ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തിപ്പല്ലിയെ കുറിച്ചിട്ടാണ്. ഇതാണ് നമ്മളെ തിപ്പല്ലി. ഏകദേശം ഒരു കുരുമുളകിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു ആയുർവേദ മരുന്നിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് തിപ്പല്ലി. ഇത് മലേഷ്യൻ തിപ്പല്ലിയാണ്. മലേഷ്യൻ തിപ്പല്ലി എന്ന് പറഞ്ഞാൽ മലേഷ്യ ഇനത്തിലുള്ളതാണ്. ഇത് കുറ്റിയായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ നല്ല പാകമായിട്ട് നിൽക്കുകയാണ്. പാകമായി കൊണ്ട് നല്ല പഴുത്ത് പാകമായി നിൽക്കുന്ന തിപ്പല്ലിയാണ്. ഇനി ഇത് എടുത്തിട്ട് പിന്നെ ഉണക്കണം. ഉണക്കിയിട്ടാണ് ഇത് നമ്മൾ വിപണനം ചെയ്യുക. ഏറ്റവും നല്ല മുന്തിയ ഇനം മലേഷ്യൻ തിപ്പല്ലിയാണിത്. കുരുമുളകിൻ്റെ എല്ലാവിധ കൂട്ടിലും ചേർക്കുന്ന ഒരിനം തിപ്പല്ലിയാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടായിട്ടിപ്പോൾ ഒരു 2 വർഷമായി. നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. മഴക്കാലത്താണ് ഇത് കായ്ച്ചിട്ട് കാണുന്നത്. മരുന്നിലും ആയുർവേദ മരുന്നിലൊക്കെ അത് ഇഷ്ടംപോലെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇതുണ്ട്. ഇതിൻ്റെ തൈ എൻ്റെ വാപ്പ ഒരു വള്ളി കുറഞ്ഞ് നട്ടതാണ്. അപ്പോൾ നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. മറ്റു മരങ്ങളിലൊക്കെ ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൃഷി ചെയ്ത് നോക്കാം. നല്ല വില കിട്ടുന്ന ഒരു തരം ഉൽപ്പന്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃഷി ചെയ്ത് നോക്കാം. അങ്ങനെ ഏറ്റവും നല്ല ഒരു കൃഷി ചെയ്യാൻ പറ്റിയതും നമ്മുടെ ഈ മലപ്പുറം ഏരിയയിലൊക്കെ യോജിച്ച മണ്ണുമാണ് ഇത്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് കൃഷി ചെയ്ത് നോക്കുക. ഇതിൻ്റെ വള്ളിയാണ് നട്ടിട്ട് അതിൽ ആ വള്ളി തല മേപ്പിട്ട് വെക്കുക. എന്നാൽ ഉടനെ കയറി വേണ്ട വളമ നല്ല ഇട്ട് കൊടുക്കുക. മഴക്കാലത്തല്ല വേണ്ടി? മഴക്കാലത്തല്ല, ഇടവും ഇതിനും ആ സമയത്ത് തുലാമാസത്തിലും പറ്റും. തുലാമാസം ആകുമ്പോഴും ഇട്ട കുടിച്ചു. അത് ഉള്ളിലെ തോക്കണ നെറു വരെ ഇല്ലത് ഇതേമാതിരി തന്നെ. അതിന് നെറു വരെ മൂത്തതുണ്ട്, ചൊല്ലുണ്ട്. ഇത് എത്ര മാസം കൊണ്ടാണ് അത് വിളവെടുക്കാൻ വേണ്ടി? ഇത് വളവ് എന്ന് പറഞ്ഞാൽ 3 മാസം ഇടവത്തിന് ഉണ്ടായതാണ്. ഇടവം ഇതിനം കടക്കള ചിങ്ങം 3 മാസം കൊണ്ട് കുറച്ചെടുക്കാം. ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം വിളവെടുക്കാം? 3 പ്രാവശ്യം അല്ലേ? ഇപ്പൊ കിട്ടുന്നത് ഉണങ്ങാൻ കൂട്ടി ഉണങ്ങാൻ. കാരണം ചീഞ്ഞിട്ട് നല്ല വെയിൽ കിട്ടും. നല്ല വെയിലുള്ള സ്ഥലത്ത് കുഴിച്ചോളല്ലേ? വെയിലിലോട്ട് കുഴിച്ചിട്ടാല് പിന്നെ കായ് തോനുണ്ടാവും. വള്ളിമാണെങ്കിൽ നമ്മൾ കൊടുക്കുക ഇഷ്ടമായിട്ട് ഇവിടെ സേഫറായിട്ട് ചുരുങ്ങിയ പൈസ കൊടുക്കാം. ആർക്കുണ്ടാക്കണമെങ്കിൽ തലമാണെങ്കിൽ അത് കൊടുക്കാം, അടിയണമാണെങ്കിൽ കൊടുക്കാം. വേരുള്ളതാണ് നല്ല. വേരുള്ളതാണ് ഏറ്റവും മെച്ചം. ചായ കൊടുക്കുന്നുണ്ട്. നമുക്ക് തൈ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൈ ആവശ്യം